ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വിനോദസഞ്ചാരി എന്ന് പറഞ്ഞ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിബു, ഇത് ജിത്തു ആണ്. ഇത് യദുവാണ്. യദുവിൻ്റെ കസിനാണ് ജിത്തു. നമ്മുടെ ചാനലിൻ്റെ നാട്ടിൽ നിന്ന് വന്നതാണ് നമ്മുടെ ജിത്തു. അപ്പം നമ്മളിന്ന് തിരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോവുകയാണ്. എന്തായാലും നമ്മളിന്ന് പോയിട്ട് നിങ്ങളെല്ലായിടത്തും പറയാം ഏതാ നമ്മുടെ പുതിയ വീഡിയോ എന്ന്. രണ്ട് വീഡിയോസിന്റെ സപ്പോർട്ടിനും സബ്സ്ക്രിപ്ഷനും എല്ലാത്തിനും നന്ദി. തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിങ്ങും അല്ലെങ്കിൽ കാണാൻ ഒരുപാട് ഇഷ്ടമുള്ളതും ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഞങ്ങൾ ഇപ്പോഴും അതിന് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും നിങ്ങളുടെ അറിയുന്ന ആൾക്കാർക്കും എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ മറക്കാണ്ട് ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോൾ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നുള്ളൂ. ഓക്കെ, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ മലയാളിനെ ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ യാത്ര തുടരാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ എന്തായാലും ഇന്നത്തെ നമ്മളിന്ന് പൃഥ്വിന് ഇന്ന് ആക്ച്വലി ഒരു ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അതിനുവേണ്ടി പോയി. പ്രതാപ് ആസ് യൂഷ്വലി ഇന്ന് അവന് ജോലിയുണ്ട്. അങ്ങനെ അവൻ ജോലിയിലേക്ക് പോയി. അവന് ചില വീഡിയോസിൽ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഒരു ഇതായിട്ട് അവൻ എല്ലാവർക്കും നമ്മുടെ ചാനലിനെ കുറിച്ചും പിന്നെ നമ്മുടെ ഇതിനെക്കുറിച്ച് എല്ലാത്തിനും അവനുണ്ടാവും. നമ്മൾ അവനെ കാണിച്ചിട്ടില്ല. ഇതൊരു സർപ്രൈസ് അല്ല, എന്നാലും അവൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഈ ചാനലിലോട്ട് വന്നിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരെയും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമുക്ക് ചില പാത്രങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനുള്ള കടകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു സാധനം കണ്ടത്. നല്ലതാണോ എന്നറിയില്ല, എന്താണെങ്കിലും മേടിക്കാം. കുറേ പാത്രങ്ങൾ 3 പീസ് 100 രൂപ എന്നെല്ലാം ഇവർ പറയുന്നത്. കുറേ പാത്രങ്ങളുണ്ട്. മോനാന്ന് തോന്നുന്നു ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ളത് നോക്കിച്ചു പോകും. ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദേവകര എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി വന്നിട്ടൊരു പക്ക ഒരു നാട്ടിൻ പ്രദേശമാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ ഞങ്ങളിപ്പോൾ വന്ന വഴിക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് കൾട്ടിവേഷൻ ഒക്കെ ചെയ്തേക്കുന്ന കുറേ ലാൻഡ്സ് ഉണ്ട്. ഒരുപാട് സ്ഥലത്ത് ഇവിടെ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം അറൗണ്ട് 40 കിലോമീറ്റേഴ്സ് ആണ് ഈ ദേവകര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ദൂരം. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെസ്റ്റിനേഷനിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു കുറച്ച് ഒരു ഭയങ്കര നമ്മുടെ നാട്ടിൻ പ്രദേശം പോലെ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് നമ്മൾ പാലക്കാടൊക്കെ പോയേക്കുന്ന ഒരു ഫീൽ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഫുള്ള് 2 സൈഡിലും കൃഷിയും കാര്യങ്ങളും. ഇവിടുത്തെ ഈ സ്ഥലത്തുള്ള ആൾക്കാർ ഒരു 90% ആൾക്കാരും കൾട്ടിവേഷനിൽ കൂടെ അവരുടെ ഡെയിലി ലൈഫ് റൺ ചെയ്യുന്ന ഒരാൾക്കാരാണെന്നാണ് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിബു ആണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ പോയ വീഡിയോയിൽ, നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ, നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മുടെ മറ്റേ കണ്ണൂരുള്ള ചേട്ടന്റെ ചായക്കടയിൽ നിന്ന് നമ്മളൊരു ചായയൊക്കെ കുടിച്ച് നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിനി കുറച്ച് വഴിയോര കാഴ്ചകൾ കാണാം. നിങ്ങളെ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും മുമ്പോട്ട് നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ,
നമ്മൾ നാട്ടിലെല്ലാം പുല്ല് വളർത്താനായിട്ട് മേടിക്കില്ല, ആ പുല്ലിൻ്റെ കൃഷിയാണിത്. നിങ്ങൾ കാണുവാണെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് അവർ വിൽക്കുന്ന സ്ക്വയർ ഫീറ്റായിട്ട്. ഇപ്പോൾ ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതായത് മൊത്തം അങ്ങനെ ചെറുതായിട്ട് വളർത്തി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ലൊക്കേഷൻ. ഞങ്ങൾ ഇവിടുന്ന് ശലം കൂടെ പോകാനുണ്ട്. ഞങ്ങളുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടേക്കാണ്. ഇപ്പം ഇവിടുന്ന് ഇനി ശലം കൂടെ ഞങ്ങൾക്ക് പോകാനുണ്ട്. ഞങ്ങളിനി പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരിക്കാം. ഗൈസ്, നമ്മളിപ്പം TK ഫോൾസിൻ്റെ അവിടെ എത്തി. പാർക്കിംഗ് ഇല്ല അവിടെ. ഈ കാണുന്ന കഷ്ടപ്പാടുകളെല്ലാം പാർക്കിങ്ങിന് വേണ്ടിയാണ്. പാർക്കിംഗ് വളരെ കുറവാണ് ഇവിടെ. നമ്മളിപ്പോൾ അങ്ങോട്ട് ആ ഒരു വഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന അടുത്ത സ്ഥലമാണ്. അത് ഇത് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഭയങ്കര അടുത്താണ്. ഇത് ഒരു 40 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട്. അത് കാരണം വീക്കെൻഡ് വരുവാണെങ്കിൽ ആൾക്കാരെല്ലാം ഓടിച്ചാടി വരുന്നത് ഇങ്ങോട്ടാണ്. നമ്മുടെ 4 വീലേഴ്സ് എല്ലാം ശലം പുറകിലെ പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 1/2 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. പാർക്കിങ്ങിൽ നിന്ന് 1/2 കിലോമീറ്റർ ഉണ്ട്. 2 സൈഡിലും വണ്ടികൾ നേരെയായിട്ടാണ് നിർത്തി വെച്ചേക്കുന്നത്. അങ്ങ് ദൂരെ ആൾക്കാരെ കാണാം. അവിടെ വരെ നമുക്ക് പോകേണ്ടി വരും. നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന ഒരു ചെറിയൊരു ഫോൾസാണ്.
നമ്മൾ എത്തിയതിനു ശേഷം നമുക്ക് മനസ്സിലാക്കിയത് ഇവിടെ ഭയങ്കര തിരക്കാണ്, നല്ല റഷാണ്. അതുകൊണ്ട് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇപ്പം എന്തായാലും ചെല്ലാൻ പറ്റുമെന്ന് തോന്നില്ല. കാരണം ഇങ്ങനെ ഒരു കോവിഡിന്റെ സിറ്റുവേഷൻ ആയ കാരണം നമുക്ക് നല്ലൊരു പേടിയുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ എന്താ പറയുക, ഒരു മാസ്കോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ല റഷാണ്. നല്ല ഈ ആകപ്പാടെ ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള. അവിടെ എല്ലാ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കയറി പോകുന്നിടത്താണെങ്കിൽ പോലും ഭയങ്കര റഷാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സേഫ്റ്റിയും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ സേഫ്റ്റിയും നോക്കേണ്ടത് കാര്യം. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് തൽക്കാലം തിരിച്ചു പോയിട്ട് ഇത്ര റഷ് എന്തായാലും ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ സൺഡേ ആയതുകൊണ്ടായിരിക്കും, ഏറ്റവും അടുത്തുള്ള ആയ കാരണമായിരിക്കും ഇത്ര ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത്. അതന്നെ, ഒത്തിരി റഷാണ്. നിൽക്കുന്നതിന് സേഫ് ആയിട്ട് തോന്നുന്നില്ല. അത് തന്നെ. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ട് നമ്മൾ ഇവിടുന്ന് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിവിടുന്ന് തിരിച്ച് നമ്മുടെ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് കേട്ടോ. കാണുന്നുണ്ട് ബാക്കിൽ ഇവിടെ ഫുള്ള് ആൾക്കാരാണ്. ഇവിടെ എല്ലാം ആൾക്കാർ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അതിനകത്ത് എന്തായാലും ഇറങ്ങാൻ പറ്റത്തില്ല. പറഞ്ഞവർ നിങ്ങൾക്ക് കാണാം ആൾക്കാർ അതിൻ്റെ ടോപ്പിൽ ഈ ഒരു ഏരിയയിലായിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. അവിടെ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലത്ത് ആ നിൽക്കുന്ന ഇവിടെ പിന്നത്തെ ഈ ഒരു ഏരിയ കൂടിയാണ് നമുക്ക് മുകളിലേക്ക് പോകേണ്ടത്. ആ ഏരിയയിലാണെങ്കിൽ ഫുള്ള് റഷാണ്. കാരണം ഒരുപാട് പേര് അതുവഴി നടന്ന് ഇപ്പോൾ നോക്കിയാൽ കാണാത്ത ഒരുപാട് പേര് അതുവഴി നടന്നു വരുന്നുണ്ട്. നമ്മളപ്പം വലിയ റഷില്ലാത്ത ഒരു സ്ഥലത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ പറ്റിയ രീതിയിൽ നമ്മളൊരു സ്പോട്ട് നോക്കിയിട്ട് നിന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഒരുപാട് സമയം ചിലവഴിക്കുന്നില്ല. നമ്മൾ ഇവിടുന്ന് പോയിട്ട് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോകാൻ പോവാണ്. അപ്പം ഇനി എന്തായാലും വലിയൊരു പ്രോബ്ലം ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ എല്ലാവർക്കും എന്താ പറയുക കാണാൻ പറ്റുന്ന രീതിയിലൊരു വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പൊളി. ഇത്രയൊക്കെയാന്ന് വിചാരിച്ചില്ലല്ലോ. അടിപൊളി കറി. സത്യം പറഞ്ഞാണല്ലോ, ഇത്രയും വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്നാലും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നുണ്ടല്ലോ, നമ്മൾ ഈ നാട്ടിൻപുറത്തെ സ്റ്റൈല് ഇല്ലെങ്കിൽ നമ്മുടെ വിറക് വെച്ച് കത്തിക്കുന്ന സ്റ്റൈലിലും പിന്നെ ഗ്യാസിൽ വെച്ച് കത്തിക്കുന്ന സ്റ്റൈലിലുണ്ട് ഒരു വ്യത്യാസമുണ്ട്.